വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് പ്രഭിത എന്നാണ്. ഞാൻ കുറേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം കുറേ ആയി വിചാരിക്കുന്നു. പക്ഷേ എന്തൊക്കെയോ സമയവും കിട്ടില്ല, തുടങ്ങാനൊരു ഇത് കിട്ടിയില്ല. വലിയ പാചകക്കാരിയൊന്നുമല്ല, എന്നാൽ ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കൊക്കെ ഉണ്ടാക്കുന്നത് വലിയ കുഴപ്പമില്ലാണ്ട് നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു അയില മുളകിടുക നിങ്ങളെ കൂടി കാണിച്ചു തരാം. ഞങ്ങൾ ചട്ടിയാണ് വെച്ചത്, ഇങ്ങനെ മൺചട്ടി. അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഒന്നല്ല കേട്ടോ ഉണ്ടാക്കാൻ, അത് ഇടയ്ക്ക് മൺചട്ടിയിലുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയായതുകൊണ്ട് ഇപ്പോൾ സൺഫ്ലവറിലാണ്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി, സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ഇതൊക്കെ ഞാൻ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് നമുക്കൊന്ന് വഴറ്റി. അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി, പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിനുണ്ടെങ്കിൽ കുറച്ച് ഉള്ളി ഇടാം. ഈ അയില മുളകിൻ്റെ പലരും പല രീതിയിലുണ്ടാക്കും. ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അത് ഞാൻ വലിയൊരു പാചകക്കാരിയൊന്നുമല്ല, കുറച്ച് പഠിച്ച് ഇപ്പോൾ കുറച്ചായി ഞാൻ തന്നെയാണ് പാചകം. 10 വർഷമായിട്ട് ഞാൻ തന്നെ ഇവരെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യമൊന്നും അറിയില്ലായിരുന്നു. അത്യാവശ്യം ആരും കുഴപ്പമൊന്നും അറിയത്തില്ല. എന്താ പറയുക, ഉണ്ടാക്കിയ രുചിയില്ല അല്ലെങ്കിൽ വായിലെക്കാൻ പറ്റില്ല എന്നൊന്നും ആരും പറയത്തില്ല. വലിയ കുഴപ്പമില്ലാണ്ട് ഞാനിങ്ങനെ വെക്കും ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുക്കിങ്. എൻ്റെ ഒരു രീതിയിൽ തന്നെ ഞാൻ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു സാധനം ഇല്ലെങ്കിൽ ഞാൻ അത് ഒഴിവാക്കിയൊക്കെ ചെയ്യും. എല്ലാം അതേ ഇതിൽ എല്ലാം എടുത്തിട്ട് ചെയ്യാനുള്ളൊന്നും നടക്കണമെന്നില്ല. എൻ്റെതായ രീതിയിലൊരു മുളകിടൽ എന്ത് കറിയാണെന്ന് ഞാൻ ആ രീതിയിൽ തന്നെ ചെയ്യും. നല്ലോണം ഇങ്ങനെ വഴകി വരണം. എന്നാൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കടിക്കും. ഉള്ളിയൊക്കെ സ്വാദം ഇതിൻ്റെയൊക്കെ ഒരു കടി ഇങ്ങനെ കടിക്കുമ്പോൾ ചിലവർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്കൊരു ഏരിയ പോലെ. ഞാനിതുകൊണ്ട് നല്ലോണം വഴറ്റിട്ട് എന്നിട്ട് ഞാൻ തക്കാളി ഇട്ടിട്ട് ബാക്കി കാര്യം. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഞാൻ ഒരു 3
ചെറിയ രീതിയിലുള്ള ചെറിയ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലോണം കട്ട് ചെയ്ത് വെച്ചു. നല്ലോണം ഞാൻ കുറച്ച് നമ്മളെ കൊടുംപുളി അല്ലാത്ത മറ്റേ പുളിയില്ലേ, വാളംപുളി, അതിങ്ങനെ കുറച്ച് വെള്ളത്തിൽ വെച്ചു ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് വെക്കാം കുറച്ച് പുളി. എല്ലാവരും മറ്റേ കൊടുംപുളിയാണ് ഉപയോഗിക്കുക. ഇവിടെ എറണാകുളം സൈഡിലൊക്കെ എല്ലാവരും ഈ കൊടുംപുളി തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷെ എനിക്കെന്തോ അതിൻ്റെ ഇവിടെ ആർക്കും വലിയൊരു ഇഷ്ടമൊന്നുമില്ല ഈ കൊടുംപുളിൻ്റെ ചൊയ. പക്ഷെ അതാകും ശരീരത്തിന് നല്ലതെന്ന് എല്ലാവരും പറയുന്നു. നമുക്ക് ഈ കൊടുംപുളിയുടെ വാളംപുളിയുടെ വെള്ളം ഇതിങ്ങനെ ഒഴിച്ചു. എന്നിട്ട് ഇതിലിങ്ങനെ കിടന്ന് തക്കാളി നല്ലോണം നല്ല പേസ്റ്റ് രൂപത്തിലാക്കും. അല്ലെങ്കിൽ പിന്നെ കറക്കിയൊരു മുഴുക്കിങ്ങനെ എന്താ പറയുക, കുറുക്ക് കിട്ടുക. അതിൽ കുഞ്ഞ ഇല കിട്ടി. കുഞ്ഞ ഇല, കുട്ടി ഇല എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കുഞ്ഞ് സൈസ്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് ഞാൻ വെച്ച് 5 മിനിറ്റ് മതി എന്തായാലും. ആ തക്കാളി ഇതെല്ലാം കൂടി ഒന്നും നല്ലോണം ഇങ്ങനെ കുറുകട്ടെ വിചാരിച്ചിട്ട് വിചാരിച്ചാൽ നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്കിങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതെല്ലാം ഇങ്ങനെ ഇതിലേക്ക് പിടിക്കും. ഇങ്ങനെ കഷ്ണം ഇങ്ങനെ കടിക്കുന്ന പോലെ നിൽക്കല. നല്ലോണം ഉടച്ചു. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വയ്ക്കും. പിന്നെ ഇതിൽ നമ്മൾ ഒരു പൊടി ചേർത്തിട്ടില്ല. ഉപ്പിട്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും പൊടിയൊന്നും ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് മുളക് പൊടിയൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ചിലർക്ക് നല്ല എരിവ് വേണ്ടി വരും, ചിലർക്ക് അത്ര വേണ്ടി വരില്ല. ഞാനിപ്പോൾ അതിലുണ്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പോൾ കുറച്ച് മതി കേട്ടോ, കുറച്ച് മഞ്ഞൾ. പിന്നെ ഒരു പൊടിക്ക് നമുക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി ഇടാം. ഒരു ടേസ്റ്റ് കിട്ടും. അയല ആയതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാലും ഒരു രുചി കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഈ പൊടിയുടെ പച്ചച്ചൊയ്യൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് ഇതാക്കാം. ഈ
ഇതിപ്പോൾ ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ടത്. കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മീൻ കറിക്ക് നല്ല കളർ ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ മുളക് പൊടി ആകുമ്പോൾ ആ വലിയൊരു കളർ അട്രാക്ഷൻ ഉണ്ടാവില്ല, മറ്റേ നല്ല അട്രാക്ഷൻ കളറായിരിക്കും, നല്ല പ്യുവർ റെഡായിട്ട്. ഇത് അങ്ങനെ തിളക്കിയപ്പോൾ നമുക്ക് അയല ഇടാം. കുഞ്ഞ് അയല കിട്ടിയിരുന്നു, മതി. ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാണ്. ശ്രദ്ധിക്കണം, നമ്മൾ കല്ലുകൊണ്ട് അളക്കുന്ന വെച്ചാൽ മീൻ ഭയങ്കര ശക്തിയിലൊന്നും അളക്കരുത്, അപ്പോൾ മീൻ പൊട്ടിക്കും. നമുക്ക് പിന്നെ അടങ്ങിയാണെങ്കിൽ ഞാൻ ഇത് അടച്ച് വെച്ചിരുന്നു. അപ്പോൾ മീനും വന്നിട്ടുണ്ടാവും, നമ്മളെ കറി കറക്റ്റായിട്ട്. നമ്മൾ അയല മുളകിട്ടത് ചെറിയ രീതിയിൽ, എന്താ പറയുക, വലിയ ആർഭാടമൊന്നും ഇല്ലാണ്ട് ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ അയല മുളകിട്ടത് റെഡിയായി. നമുക്ക് ഒന്ന് ഉപ്പ് നോക്കിയാലോ, ഉപ്പും പുളിയൻ്റെ ഒക്കെ സ്ഥിതി എന്താണെന്ന് നോക്കാം. പുളി നല്ലോണമുണ്ട്, ഉപ്പ് ഒരു പൊടിക്ക് ഉപ്പ് കുറവുണ്ട്. അല്ലാണ്ടൊന്നും അധികമൊന്നുമില്ല കേട്ടോ, നോർമലായിട്ട് പുളിയുണ്ട്, പക്ഷേ ഉപ്പ് ഒരു പൊടിക്ക് കുറവാണ്. ഇത് സിമ്പിളായിരുന്നു, നമുക്ക് ഓഫാക്കി എൻ്റെ അയല മുളകിട്ടത് റെഡി. ഇതിൻ്റെ കൂടെ കപ്പയാട്ടോ കഴിക്കാൻ. കപ്പ ഞാൻ നേരത്തെ പുഴുങ്ങി സെറ്റാക്കി വെച്ച്, അതിൻ്റെ മുളകിട്ടത് നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടമാക്കിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.